ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ പ്രിയ മണികണ്ഠൻ. ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? അത്ര വലിയ കാര്യമായ പരിപാടിയൊന്നുമില്ല. ഞാൻ സാധാരണ ഒരു ഫംഗ്ഷന് പോകുമ്പോഴും അല്ലെങ്കിൽ നോർമലായ എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ആദ്യം ഒന്ന് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന പൗഡർ ഉണ്ടല്ലോ, അത് കുറച്ചെടുത്തിട്ട് ജസ്റ്റ് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അടുത്തതായി കണ്ണെഴുതൽ ചടങ്ങിലേക്ക് കിടക്കാം. ഇത് ശിങ്കാറിൻ്റെ കൺമഷിയാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണേ. നമുക്ക് ഈ ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് വരുത്തുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. അടുത്തുള്ള ഷോപ്പിൽ പോയി കൺമഷിയോ ഐലൈനറോ ലിപ്സ്റ്റിക്കോ എന്താ വേണ്ട വെച്ചാൽ പോയി വാങ്ങിയിട്ട് വരും. കൺമഷി ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായി ഐലൈനർ. ഇത് ഡാസ്ലറിൻ്റെ ഐലൈനറാണ് കേട്ടോ. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐലൈനറും കൂടി എഴുതിയാലാണ് എനിക്കൊരു തൃപ്തിയാവുള്ളൂ കേട്ടോ. ഞാൻ കുഞ്ഞിലെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഐലൈനർ എഴുതാതെ പോവാറേ ഇല്ല. കണ്ണെഴുതിയില്ലെങ്കിൽ എന്തോ ഒരു ശ്വാസം മുട്ടലാണ്. നിങ്ങൾക്കും അങ്ങനെയൊക്കെ ആവൂല്ലേ? കണ്ണെഴുതാൻ ഇഷ്ടമുള്ളവരൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. വേറൊരു കാര്യം പറയട്ടെ, ഇത്രയും വർഷമായിട്ട് കണ്ണൊക്കെ എഴുതുമെങ്കിലും എനിക്കിപ്പോഴും കറക്റ്റായിട്ട് എഴുതാനൊന്നും അറിയില്ല കേട്ടോ. ഈ ശിക്കാരി ശമ്പൂവിനെ പോലെയൊക്കെ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി എഴുതി പോണതാ. കണ്ണെഴുതിപ്പോൾ എന്നെ കാണാൻ എങ്ങനെയുണ്ട്? ഭംഗിയില്ലേ? ഇനി ലിപ് ലൈനർ. ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ലിപ് ലൈനർ വരയ്ക്കാണ്ട് എനിക്ക് എന്തോ അത്ര ഇഷ്ടമല്ല കേട്ടോ. കാരണം നമ്മുടെ ചുണ്ടത്ര ഷേപ്പില്ലാത്തതുകൊണ്ടായിരിക്കാം. ഈ ലിപ് ലൈനർ വരച്ചിട്ട് ലിപ്സ്റ്റിക്ക് ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയുണ്ട്? ഇനി ലിപ്സ്റ്റിക്ക്. ഇത് ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഈ കണ്ണെഴുത്ത് പോലെ ലിപ്സ്റ്റിക്ക് ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ലൈറ്റ് കളർ ലിപ്സ്റ്റിക്കിനേക്കാൾ ഇഷ്ടം ഡാർക്ക് കളറിനോടാണ്. ഇതൊരു റെഡ് പിങ്ക് അങ്ങനൊരു ഷെയ്ഡാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇടാൻ അറിയില്ല എന്ന്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയതൊക്കെ ചെറുതായിട്ട് അങ്ങനെ തട്ടിക്കൊടുത്ത് എങ്ങനെയുണ്ട്? കൊള്ളാലേ? കണ്ണെഴുതി ലിപ്സ്റ്റിക്ക് ഇട്ടാലും പൊട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഫേസിലെ മേക്കപ്പ് അത്ര പെർഫെക്റ്റ് ആവില്ല അല്ലേ? ബ്ലാക്ക് കളർ പൊട്ട് വയ്ക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ. പക്ഷെ ഇപ്പോൾ ഡ്രസ്സ് റെഡ് കളർ ആയതുകൊണ്ട് ഞാൻ റെഡ് കളർ പൊട്ട് തന്നെ വെച്ചു. ഇനി മുടിക്കെട്ട്. ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഞാൻ സാധാരണ ഹെയർ ജസ്റ്റ് ഫ്രീ ആയിട്ട് അഴിച്ചിട്ടാണ് ചെയ്യാറ് കേട്ടോ. ഇപ്പം ഞാൻ ജസ്റ്റ് ചീകി രണ്ട് സൈഡിൽ നിന്നും കുറേശ്ശെ മുടി എടുത്ത് ജസ്റ്റ് ചെറിയൊരു ക്ലിപ്പ് ഇട്ട് കൊടുക്കണേ. ഇനി കമ്മൽ. ഇത് മയിലിൻ്റെ ഒരു ഡിസൈൻ പോലെയുള്ള ഒരു കമ്മലാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണേ. തീർന്നില്ല. ഇനി അവസാനമായിട്ട് സിന്ദൂരം. സിന്ദൂരം ഇല്ലാണ്ട് ഞാൻ എവിടെയും പോവാറില്ല കേട്ടോ. സിന്ദൂരം കൂടി തൊട്ടാലാണ് എൻ്റെ മേക്കപ്പ് പൂർത്തിയാവുള്ളൂ. എന്നിട്ട് അതുകൊണ്ട് തന്നെ നെറ്റിയിലൊരു ചെറിയൊരു കുറിയും തൊടും. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇനി വേറൊരു സത്യം പറയട്ടെ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ജസ്റ്റ് പൗഡർ മാത്രം ഇട്ടിട്ട് ഇവളുടെ ഫേസ് എന്താ ഇത്രയും ബ്രൈറ്റ് ആയിട്ടിരിക്കണേന്ന്. അതിനുള്ളതെല്ലാം നമ്മുടെ ഇൻസ്റ്റാ മുതലാളി ഫിൽറ്റർ രൂപത്തിൽ നമുക്ക് വാരിക്കോരി തരുന്നുണ്ടല്ലോ, അതങ്ങട് വെച്ച് കാച്ച് തന്നെ. ഇനിയാണ് കലാപരിപാടി. നമ്മൾ പെണ്ണുങ്ങൾക്ക് മേക്കപ്പൊക്കെ കഴിഞ്ഞാൽ കണ്ണാടിന് മുമ്പിൽ നിന്ന് നമ്മുടെ സൗന്ദര്യം കുറച്ചിങ്ങനെ ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ. എന്നാൽ പിന്നെ ഞാനായിട്ട് എന്തിനാ കുറയ്ക്കണേ? അപ്പോൾ ഇതാണ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ. Thank you.